എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫാദർ ലൊറൻസോ സ്കുപ്പോളി രചിച്ച അദൃശ്യ പോരാട്ടമെന്ന പുസ്തകത്തിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പര്യടനം നടത്തിയത്. ഇന്ന് നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്തത് ആധ്യാത്മിക ജീവിതം പിന്തുടരുന്ന ഒരു വ്യക്തി അവനവനിൽ ആശ്രയിക്കാതെ ദൈവാശ്രയബോധം വളർത്തിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അദൃശ്യ പോരാട്ടമെന്ന ഈ പുസ്തകത്തിൻ്റെ തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ചില വസ്തുതകളെക്കുറിച്ചാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക രംഗത്ത് ഇന്ന് ജഡത്തിൻ്റെ മനോഭാവം സജീവമാകുന്നതും ആധ്യാത്മികതയുടെ ആന്തരിക ഭാവങ്ങൾ നഷ്ടപ്പെടുന്നതായും ഒരുതരം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമിതമായ വ്യഗ്രത ഇന്ന് നമ്മുടെ ആധ്യാത്മിക ലോകത്ത് ഭരണം നടത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ പലപ്പോഴും ആധ്യാത്മികം എന്ന് വിശകലനം ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്ന പല ധാരണകളും തെറ്റിദ്ധരിക്കപ്പെട്ട വസ്തുതകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിഖായിൽ ബക്തിൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായൊരു സൈദ്ധാന്തികനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി, വളരെ പ്രസിദ്ധമായൊരു സിദ്ധാന്തം, അത് കാർണവലിസം അല്ലെങ്കിൽ കാർണവൽ തിയറി എന്നൊക്കെയാണ് അറിയപ്പെടുക. അതായത് യൂറോപ്യൻ നാടുകളിൽ ഒരു പ്രത്യേക ദിവസം അവർക്ക് സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ച് നൽകുമെന്നാണ് പറയാറുള്ളത്. ആ ദിവസം ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, ആണിന് പെണ്ണിൻ്റെ വേഷം ധരിക്കാം, പെണ്ണിന് ആണിൻ്റെ വേഷം ധരിക്കാം, അധികാരികളെ അവർക്ക് തോന്നുന്ന വിധത്തിൽ അസഭ്യം പറയാം, ഇഷ്ടമുള്ള രീതിയിൽ സ്വാതന്ത്ര്യം അതിൻ്റെ പരമോന്നതിയിൽ ആഘോഷിച്ചുകൊണ്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ യാതൊരു അച്ചടക്കവും ചിട്ടയുമില്ലാതെ ജീവിക്കുന്ന ഒരു ദിവസമാണ് കാർണവലിസം. ഈ പശ്ചാത്തലത്തിലാണ് കാർണവലിസം എന്ന തിയറി അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ മനുഷ്യനുള്ളിലും ഒരു അരാജകമായ ജീവിതം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അരാജക ജീവിതത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന വ്യക്തികൾ എന്നും ജഡത്തിൻ്റേതായ പൈശാചിക ലോകത്തിൽ വ്യാപൃതരായി ജീവിതം ആധ്യാത്മികമായ അപജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. എന്നാൽ ഇതിനെതിരെ ജാഗ്രത പുലർത്തുന്നവരാണ് ആത്മീയ മനുഷ്യരായിത്തീരുന്നത്. ഏതൊരു വിശുദ്ധാത്മാവിൻ്റെയും ജീവിതം പരിശോധിച്ചാൽ ഇത്തരം ലോകം നൽകുന്ന സ്വാതന്ത്ര്യബോധങ്ങളെ അവർ പോരാടി അത്തരം ആസക്തികളോട് വിജയം വരിച്ചവരാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അദൃശ്യ പോരാട്ടമെന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥമായ വസ്തുത അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ആന്തരിക സത്ത എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആസക്തികളോടുള്ള ഒരു മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഈ വൈദികൻ്റെ വിചിന്തനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ പുസ്തകം അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ആശയം ആസക്തികളെ എങ്ങനെ ഒരു മനുഷ്യൻ മറികടക്കണമെന്നുള്ളതാണ്. വിശുദ്ധിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ആസക്തികളോട് നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടണം. നിരന്തരമായി ഈ പോരാട്ടത്തിലൂടെ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് ഇദ്ദേഹം പ്രസ്താവിക്കുന്നത്. ഞാൻ ഈ കാർണവലിസം എന്ന് പറയുന്ന തിയറിയെക്കുറിച്ച് ഇപ്പോൾ ഓർത്തെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ തിരുനാളുകളായിരിക്കാം, നമ്മുടെ ഭക്തസംബന്ധമായ കർമ്മങ്ങളായിരിക്കാം, ഇതിലേക്കൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കാർണവലിസത്തിൻ്റെ ഒരു തലം കടന്നു വരുന്നുണ്ട്. ആഘോഷങ്ങളിൽ അഭിരമിക്കുന്ന ഒരവസ്ഥ. എന്താണ് സംഭവിക്കുന്നത്? ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു തിരുനാൾ, ഒന്നുകിൽ ഒരു ക്രിസ്മസ് ആഘോഷം, അല്ലെങ്കിൽ 50 നോമ്പിന് ശേഷമുള്ള വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങൾ, അതല്ലെങ്കിൽ ഇടവക പള്ളിയിലെ പെരുന്നാൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആത്മീയ ആഘോഷങ്ങൾ, അതുമല്ലെങ്കിൽ നമുക്കറിയാം വിവിധ കൂദാശകളുടെ ആഘോഷങ്ങൾ,
അല്ലെങ്കിൽ കൂദാശകളുമായി ബന്ധപ്പെട്ട് ഭവനങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾ, അത് മാമോദീസയുമായി ബന്ധപ്പെട്ടായിരിക്കാം, വിവാഹവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഇതൊക്കെ ആരംഭിക്കുന്നത് ആത്മാവിലാണെങ്കിലും അവസാനിക്കുന്നത് പലപ്പോഴും ജഡത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ വളരെ കൃത്യമായി വചനം ഇങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതായത് ആത്മാവിൽ തുടങ്ങി ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, നമുക്ക് മുമ്പിലേക്ക് ഉയർത്തുന്നൊരു ചോദ്യം. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യുമെന്ന് വചനം ഓർമ്മപ്പെടുന്നുണ്ട്. എന്നാൽ ശരീരത്തിൽ അല്ലെ ജഡത്തിൽ വിതയ്ക്കുന്നവനാകട്ടെ ജഡത്തിൽ നിന്ന് നിത്യനാശം കൊയ്യുമെന്നാണ് ഓർമ്മപ്പെടുത്തുക. ഞാൻ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഇതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിച്ചത് ഈ ഒരു ചിന്തയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മാവിൽ തുടങ്ങി പലപ്പോഴും ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു അധപ്പതനത്തിൻ്റെ ആധ്യാത്മിക ബോധം സജീവമാവുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത. തിരുനാളുകളും മറ്റാഘോഷങ്ങളുമൊക്കെ ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ എങ്ങനെയുള്ള ആഘോഷം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പ്രകാശിപ്പിക്കുകയോ നമ്മളിൽ കൃപയുടെ അഭിഷേകം നൽകപ്പെടുകയോ ചെയ്യുന്ന തരത്തിലല്ല നമ്മൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. ഇന്ന് പലപ്പോഴും നവമാധ്യമങ്ങളിലുള്ള വാർത്തകൾ പരിശോധിച്ച് നോക്കിയാൽ ജഡം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധത്തിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് നവമാധ്യമ ലോകങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ മാർഗം പിന്തുടരുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ആഘോഷങ്ങൾ ആസക്തിയിലേക്ക് വളരുന്ന ഒരു സാധ്യതയായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജാഗ്രത പുലർത്താൻ ഈ പുസ്തകം വളരെയധികം സഹായിക്കും. കാരണം തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിവാദി വിഷയമാക്കിയിരിക്കുന്നത് ഇന്ദ്രിയങ്ങളോട് നമ്മൾ പുലർത്തേണ്ട ജാഗ്രതകൾ, ഇന്ദ്രിയങ്ങളോട് നമ്മൾ പുലർത്തേണ്ട ജാഗ്രതാ മനോഭാവത്തെക്കുറിച്ചാണ്. അതിൽ ഒരു അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ തലവാചകം തന്നെ ശ്രദ്ധിക്കുക. മൂകമായ ഇന്ദ്രിയ മനസ്സിനോട് പോരാടേണ്ട വിധവും പുണ്യങ്ങളിൽ അനുഭവം നേടുന്നതിന് പരിശീലനത്തിന് അത്യാവശ്യവും. അതായത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാൻ ഒരു ആധ്യാത്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി പരിശ്രമിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് അതുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുക. ഈശോ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ കതകുകൾ അടച്ച് മുറിക്കുള്ളിൽ കയറി നീ തന്നെ ദൈവത്തോട് സംസാരിക്കുക. എന്താണ് ഈ വാതിലുകൾ അടയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? നമ്മുടെ വാതിലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതത്തിൽ വളർച്ച നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദൈവാശ്രയബോധത്തിലേക്ക് വളരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സ്വയം നമ്മൾ എളിമപ്പെടുന്നതോടൊപ്പം തന്നെ ഈ ലോകം തരുന്ന അറിവുകളെയും അനുഭൂതികളെയും അതിജീവിക്കാൻ പര്യാപ്തമായ വിധത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാവണം. ഈ ജാഗ്രതക്കുറവിൻ്റെ പേരിലാണ് ഇന്ന് വലിയ ആത്മീയ അപജയങ്ങൾ പലതും സംഭവിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഉന്നതമായ ഭൗതിക മനസ്സ് താഴ്ന്ന മനസ്സിനാലും ശത്രുക്കളാലും കീഴടക്കപ്പെടുന്നതായി തോന്നുമ്പോൾ എന്തു ചെയ്യണം? ഉന്നതമായ ഭൗതിക മനസ്സ്, പലപ്പോഴും നമ്മുടെയൊക്കെ ബുദ്ധി കണ്ടമാനം പ്രവർത്തിക്കുകയും നമ്മുടെ ആത്മാവ്, ആത്മീയ ബോധ്യങ്ങൾ, അതിൻ്റെ വിവേകം, അതിൻ്റെ ജ്ഞാനം, ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അപകടം ഇന്നത്തെ ആധ്യാത്മിക ജീവിതത്തിൽ കണ്ടുവരുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. ഇതിനെതിരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം ഈ അധ്യായത്തിലൂടെ തുറന്നു വയ്ക്കുക. തുടർന്ന് വരുന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: പോരാട്ടം അവിരാമവും ധീരവുമായിരിക്കണം. പലപ്പോഴും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ ആസക്തികൾക്ക് മേൽ വിജയം വരിക്കാനായി മനുഷ്യൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ആദ്യം തീഷ്ണതയോടുകൂടിയാണ് ഇറങ്ങിപ്പുറപ്പെടാറുള്ളത്. പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ എന്തെങ്കിലും ഒരു അപജയം സംഭവിച്ചാൽ നിരാശരായി ആ ശ്രമം പാടെ ഉപേക്ഷിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ സമരമാർഗം പിന്തുടരുന്നൊരു വ്യക്തി എപ്പോഴും ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം. ഇതിന് പഴയ നിയമത്തിൽ ഒരു ഉദാഹരണമായി നമ്മൾ കാണുക യാക്കോബ് മാലാഖയുമായി നടത്തുന്ന ആ മൽപ്പിടുത്തമുണ്ടല്ലോ.
പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഇതിനൊരു മനോഹരമായ ഉദാഹരണം. ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബിൻ്റെ ജീവിതം. ഇതൊരു മൽപ്പിടുത്തം തന്നെയാണ് ആധ്യാത്മിക ജീവിതം. ആധ്യാത്മിക ജീവിതം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അഭിഷേകത്തിലും കൃപയിലും വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും ഈ മൽപ്പിടുത്തത്തിൽ പിറകോട്ട് പോകരുത്, ധീരതയോട് മുന്നോട്ട് പോകണം. അതിന് ആദ്യമായി ആ വ്യക്തി പിന്തുടരേണ്ട മാർഗമെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയും അവൻ്റെ ആസക്തികളെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു വ്യക്തിയെയും വിജയം വരിക്കുന്നതിനേക്കാൾ വലിയ വിജയമെന്ന് പറയുന്നത് അവനവൻ്റെ ഇന്ദ്രിയങ്ങളോടും അവനവൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആസക്തികൾക്ക് മേലുള്ള വിജയവുമാണ് എന്ന് ലോറൻസോ സ്കുപ്പോളി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ഒരു പോരാളി പ്രഭാതത്തിൽ യുദ്ധത്തിനായി എങ്ങനെ തയ്യാറെടുക്കണം? എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീയ സമരത്തിനു വേണ്ടി അനുദിന ജീവിതത്തിൽ ഒരു പ്രഭാതം മുതൽ അവൻ ഏതെല്ലാം വിധത്തിലുള്ള ജാഗ്രതയാണ് പുലർത്തേണ്ടത്? പ്രാർത്ഥനയിൽ, അവൻ്റെ ആധ്യാത്മിക ജീവിതശൈലിയിൽ തുടങ്ങിയ ഓരോ മേഖലയിലും അവൻ പുലർത്തേണ്ട ആത്മീയ ജാഗ്രതയുടെ തലങ്ങളെയാണ് അദ്ദേഹം തുടർന്ന് വ്യക്തമാക്കുക. പിന്നെ അതിനുശേഷം അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ആസക്തികളോട് പോരാടേണ്ട ക്രമം എങ്ങനെയാണ്. വളരെ മനോഹരമായി അദ്ദേഹം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവനവൻ്റെ ആസക്തികൾക്ക് മേൽ വിജയം വരിക്കുവാൻ ധീരമായി അവൻ പോരാടേണ്ടതുണ്ട് എന്നും ആ ആസക്തികൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കലിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കാമെന്നും അതിനെ എങ്ങനെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുമൊക്കെ അദ്ദേഹം പ്രതിപാദിച്ച് അദ്ദേഹം തുടർന്ന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നത് ശരീരത്തിൻ്റെ ആസക്തികളോട് പോരാടേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ജഡമാണ് ഇന്ന് നമ്മുടെ പല തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ നവമാധ്യമങ്ങളിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവയിൽ ബഹുഭൂരിപക്ഷവും ജഡത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ വർദ്ധമാനമാക്കുന്ന വസ്തുതകളാണ്. ശരീരത്തിൻ്റെ ആഘോഷമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പാപ ആസക്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ? പാപബോധം പോലും നഷ്ടമാക്കുന്ന ഒരു മനോഭാവം ഇന്ന് സജീവമായി നമ്മുടെ നവമാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പാപം എന്താണ് എന്നതിന് ആത്മീയ പിതാക്കന്മാർ നൽകുന്ന ഒരു ഉത്തരം പാപബോധമില്ലാത്ത ഒരു ജീവിതശൈലി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപത്തിൽ വീണു പോയേക്കാം, സ്വാഭാവികം, തെറ്റുപറ്റുക സ്വാഭാവികമാണ്. പക്ഷേ അത് തിരുത്തുവാനുള്ള ഒരു മനോഭാവം ഇല്ലെങ്കിലോ, എന്നിലേക്ക് കൃപയുടെ വഴിച്ചാലുകൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള അവബോധത്തിൽ നിന്നൊരു വ്യക്തി തൻ്റെ സ്വന്തം ജീവിതത്തെ വഴിമാറ്റി വിട്ടാലോ, അതിനോളം അപജയം എന്താണുള്ളത്? ലോറൻസോ സ്കുപ്പോളി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത് മുഴുവൻ ഈ ശരീരത്തിൻ്റെ ആസക്തികളെ, അതിനെ എങ്ങനെ പോരാടി തോൽപ്പിക്കണമെന്നുള്ളതാണ്. ഇന്ന് ലൈംഗിക ആസക്തികളും ലൈംഗിക വിചാരങ്ങളുമൊക്കെ സർവ്വസാധാരണമാണെന്നും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം അത് എല്ലാവർക്കും അനുവദിക്കപ്പെടേണ്ടതാണെന്നുമൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ അധികമായിരിക്കും. അതിന് പ്രധാനമായും അദ്ദേഹം പറയുന്ന ഒന്ന് ഉപേക്ഷയെ കുറിച്ചുള്ള ചിന്തകളാണ്. ഉപേക്ഷ എന്ന തിന്മയെ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം? അതായത് നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ കടമപ്പെട്ടിട്ടുള്ള ചില മേഖലകൾ, ഉപേക്ഷകളുടെ മേഖല. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ പാപത്തിൻ്റെ പല മേഖലകളെയും പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷ മൂലം നമ്മൾ സൃഷ്ടിക്കുന്ന തിന്മകളുടെ മേഖലകളെ പലപ്പോഴും പരിഗണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഒരു മേഖല, ആത്മീയ ജാഗ്രതയിൽ ഉപേക്ഷ മൂലം സംഭവിക്കുന്ന തിന്മകളുടെ മേഖലകൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പരിഗണിച്ചില്ല എങ്കിൽ അത് ഭാവിയിൽ വലിയ ആത്മീയ അസ്വസ്ഥതകൾക്ക് കാരണമാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും ശരിയായ ഉപയോഗവും എന്നുള്ള അധ്യായം ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയ സങ്കീർണതകളോടാണ് സംവദിക്കുന്നത്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൂടെ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുന്ന ആസക്തി നിറഞ്ഞ ഈ ലോകത്തിൻ്റെ കെട്ടുകാഴ്ചകൾക്ക് മേൽ വിജയം വരിക്കുവാൻ
ഒരു ആധ്യാത്മിക ജീവിതം പിന്തുടരുന്ന വ്യക്തി പുലർത്തേണ്ട ജാഗ്രതകളെക്കുറിച്ചാണ് ആ അധ്യായത്തിൽ പ്രതിപാദിക്കുക. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണെങ്കിലും സമകാലിക ജീവിത സ്പന്ദനങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയിൽ ഇത് കാലത്തിനു മുമ്പേ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ കിരണങ്ങളാൽ വെളിച്ചം തൂകപ്പെട്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് ആ വസ്തുതയ്ക്ക് അടിവരയിടാൻ ഈ അധ്യായം സഹായകമാകുന്നുണ്ട്. ബാഹ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ച ശേഷം തുടർന്ന് സ്കുപ്പോളി ഓർമ്മപ്പെടുത്തുന്നത് ഈ ജഡത്തിൻ്റെ ആസക്തികളെ മറികടക്കുവാൻ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണവും അതിൻ്റെ ധ്യാനവും എത്രമാത്രം നമ്മെ സഹായിക്കുന്നു എന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ ആസക്തികളെ നേരിടാതെ ഒരു വ്യക്തിക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമാവുകയില്ല എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പരിശ്രമത്തെ സുഗമമാക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷ ആധ്യാത്മിക സിദ്ധി അത് നമ്മുടെ പീഡാനുഭവ ധ്യാന വിചിന്തനത്തിലൂടെ സാധ്യമാക്കിയെടുക്കണം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ജീവിതത്തിൻ്റെ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണമെന്നാണ് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: ഇന്ദ്രിയാനുഭവങ്ങളെ എങ്ങനെ ആത്മാവിന് പ്രയോജനകരമാക്കാം. നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളുള്ള മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ണുപൂട്ടിയോ കാതടച്ചു വെച്ചോ ജീവിക്കുക സാധ്യമല്ല. മനുഷ്യൻ എന്നുള്ള അവൻ്റെ എല്ലാ പ്രത്യേകതകളെയും അതിൻ്റെ സ്വാഭാവികതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ വിവേകത്തോടുകൂടി ആധ്യാത്മിക ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളെ വിവേകപൂർണമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അതിനുവേണ്ടി ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തിനു വേണ്ടിയുള്ള ഒരു പൊതുവായ പാഠം അദ്ദേഹം പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുമ്പോൾ അതിന് സഹായകരമായ പാഠങ്ങളെ കൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാവിൻ്റെ നിയന്ത്രണം എങ്ങനെയായിരിക്കണം, വ്യർത്ഥഭാഷണത്തിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോകാതിരിക്കാൻ, നമ്മുടെ സംസാരം കടന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത എന്തൊക്കെയാണ്, നമ്മുടെ ഓർമ്മകളെയും ഭാവനകളെയും എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിച്ചെടുക്കേണ്ടത്, ഇത്തരത്തിലുള്ള ശത്രുക്കളെ തരണം ചെയ്യാൻ ക്രിസ്തുവിൻ്റെ പടയാളി ഏതെല്ലാം വിധത്തിലുള്ള ജാഗ്രത പുലർത്തണം, അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ രൂപം കൊള്ളുന്ന സംഘർഷങ്ങളെയും സങ്കടങ്ങളെയുമൊക്കെ എങ്ങനെ വിവേകത്തോടുകൂടി നേരിടണം, ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഏൽക്കേണ്ടി വരുന്ന മുറിവുകളെ നമ്മൾ എങ്ങനെ ജാഗ്രതയോടെ വിവേകത്തോടുകൂടി നേരിടണം, നമുക്കെതിരായ ആത്മീയ പോരാട്ടത്തിൽ സാത്താൻ പിൻചെല്ലുന്ന പോരാട്ടക്രമവും വ്യത്യസ്തങ്ങളായ ആന്തരിക അവസ്ഥയിലുള്ളവരെ പ്രലോഭിപ്പിക്കാൻ അവൻ രൂപപ്പെടുത്തുന്ന ആയുധങ്ങളും, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരു മനുഷ്യാത്മാവിനെ വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ പോരാട്ടത്തിൽ അവനെ വളരെ ജാഗ്രതയുള്ളവനാക്കി മാറ്റുവാൻ സഹായിക്കുന്ന ഒട്ടനവധി സാധ്യതകളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടെ ഈ ഗ്രന്ഥം നമുക്ക് മുമ്പിലേക്ക് ആശയങ്ങൾ തുറന്നു വയ്ക്കുകയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ സാത്താൻ പാപിയെ ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു. പുണ്യങ്ങളെ അഭ്യസിക്കാൻ വേണ്ടി ഒരു വ്യക്തി പിന്തുടരേണ്ട മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു. എങ്ങനെയാണ് സാത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെ വളരെ ധൈര്യത്തോടുകൂടി മറികടക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇതിലുണ്ട്. എങ്ങനെയാണ് ആധ്യാത്മിക ജീവിതത്തിൽ പ്രാർത്ഥനയെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുണ്ട്. എന്താണ് മാനസിക പ്രാർത്ഥനയുടെ പ്രസക്തി എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളുണ്ട്. ഏതു വിധത്തിലാണ് ഒരു വ്യക്തി തൻ്റെ പ്രാർത്ഥനാ ജീവിതം ചിട്ടയോടുകൂടി ക്രമപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളുണ്ട്. അതിൽ സ്വന്തമായ വാക്കുകളിലൂടെയുള്ള പ്രാർത്ഥനകളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യത്യസ്തമായ അനുഭവ മേഖലകളിലൂടെയാണ് ലോറൻസോ സ്കുപ്പോളി എന്ന് പറയുന്ന വൈദികൻ നമ്മുടെ ആധ്യാത്മിക അന്വേഷണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രന്ഥം വായിക്കണം. എത്ര എപ്പിസോഡുകളിൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രതിപാദിച്ച് തീരാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ് ഇത്
ഏതാനും അധ്യായങ്ങളായി ചുരുക്കുന്നത്. ഇനി മുഴുവനും ഞാൻ പറഞ്ഞു തരുന്നതിലും ഒരു പന്തികേടുണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകാൻ ഒരു ആഗ്രഹം ജനിപ്പിക്കാനായിരുന്നു ഈ പുസ്തകത്തിലൂടെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ യാത്ര ചെയ്തത്. ലോറൻസോ സ്കുപ്പോളിയെക്കുറിച്ച് പരിചയപ്പെട്ടുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ പര്യടനം ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളോട് സ്നേഹപൂർവമായ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായൊരു ജീവിതമാണ്. പക്ഷേ ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആസക്തികൾക്ക് നേരെ വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടയും ക്രമങ്ങളും പാലിച്ചാൽ വളരെ ഭംഗിയായി ഈ അദൃശ്യ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിൻ്റെ ഈ പോരാട്ട ഭൂമിയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലോറൻസോ സ്കുപ്പോളി എന്ന് പറയുന്ന ഇറ്റാലിയൻ വൈദികൻ രചിച്ച അദൃശ്യ പോരാട്ടം എന്ന് പറയുന്ന ഈ പുസ്തകം സോഫിയ ബുക്സിലൂടെ അവൈലബിളാണ്, ലഭ്യമാണ്. അത് നിങ്ങൾ മേടിച്ച് വായിക്കുക. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഘർഷാത്മകമായ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആത്മീയ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനായി ഈ വായനയുടെ ലോകം നിങ്ങൾക്ക് സഹായകരമായി എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പുതിയ ഒരു പുസ്തകവുമായി കണ്ടുമുട്ടാമെന്ന പ്രത്യാശയോടുകൂടി ഏവർക്കും നന്ദി, സ്നേഹം.